കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ മലയാളികൾ താമസിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറയാൻ കഴിയും. അത് പത്തനംതിട്ട ജില്ലയാണ്. മാത്രമല്ല, ജനസംഖ്യയുടെ വളർച്ചാ നിരക്കിൽ 0% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ NRIs ഉള്ള ജില്ല എന്ന പേരിലെല്ലാം തന്നെ പ്രസിദ്ധമായിട്ടുള്ള പത്തനംതിട്ട ജില്ലയുടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. 2008 ഒരു പൊതുമണ്ഡലമായിട്ടാണ് പത്തനംതിട്ട നിലവിൽ വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും 7 നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതില് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നിട്ടുള്ളത്. അതില് നമ്മൾ കാണേണ്ടുന്ന ഏറ്റവും വലിയ പ്രത്യേകത, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ 2 നിയമസഭാ മണ്ഡലങ്ങൾ കോട്ടയം ജില്ലയിലും ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കാലാകാലങ്ങളിൽ കേരള കോൺഗ്രസിന്റെ ശക്തി ദുർഗങ്ങളായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവയെല്ലാം തന്നെ. എന്നാൽ അതിൽ മറ്റുള്ള പാർട്ടികൾ വിജയിക്കുന്നില്ല എന്നില്ല. CPM വിജയിച്ചിട്ടുണ്ട്, CPI വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതില് എല്ലാ പാർട്ടികൾക്കും വളരെ നല്ല മാർജിനോട് കൂടിയുള്ള വിജയമെല്ലാം തന്നെ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. ഒരേ സമയം കോൺഗ്രസിന് വളരെയധികം വിജയസാധ്യത കൽപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാധാന്യം നൽകുന്നതുമായിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട. 2009, 2014, 2019 എന്നീ 3 തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് അവതരിപ്പിച്ചത് ശ്രീമാൻ ആന്റോ ആന്റണിയായിരുന്നു. അദ്ദേഹത്തിന് മികച്ച മാർജിനിൽ തന്നെ വിജയം നേടാൻ ഈ 3 തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും ഭയക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷം അവതരിപ്പിക്കുന്നത്. അത് മറ്റാരുമല്ല, ഈ കേരളത്തിന്റെ മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോ ഒരു ഭാഗത്ത് ഡോക്ടർ തോമസ് ഐസക് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ട് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ സിറ്റിംഗ് MP 3 തവണ തുടർച്ചയായിട്ട് ഹാട്രിക് വിജയം നേടിയ ആന്റോ ആന്റണി ഒരു ഭാഗത്ത് നിൽക്കുന്നു. കോൺഗ്രസിന് മൂന്നാമത്തെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമ്മളിവിടെ ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലൂടെ ഇതിനെ കാണണം. കാരണം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്നത് സാക്ഷാൽ അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയാണ്. അനിൽ ആന്റണിയെ കുറിച്ച് വലിയ വിശേഷണങ്ങളെക്കാൾ എല്ലാം ഉപരിയായിട്ട് അനിൽ ആന്റണി എന്നതിന്റെ ആന്റണി എന്ന് പറയുന്ന പദമാണ് നമ്മൾ കാണേണ്ടത്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരു വ്യക്തിയായിരുന്ന, ഗാന്ധി കുടുംബവുമായിട്ട് നെഹ്റു കുടുംബവുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന, സോണിയാഗാന്ധിയുടെ വിശ്വസ്തൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന സാക്ഷാൽ ശ്രീ AK ആന്റണി എന്ന കേരള മുഖ്യമന്ത്രിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണിയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് കടന്നു വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, AK ആന്റണിയുടെ മകൻ എന്ന ഒറ്റ ലേബലിലാണ് അദ്ദേഹം കോൺഗ്രസിന്റെ IT സെല്ലിന്റെ കൺവീനറായിട്ട് ചുമതലയേൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യമാകാത്തത് കൊണ്ടോ ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമോ എന്താണെങ്കിലും അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് നിഷ്കാസിതനാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം BJPയിലേക്ക് പോവുകയും BJP ദേശീയ ജനറൽ സെക്രട്ടറിയുടെ പദവി നൽകുകയും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. സാക്ഷാൽ അനിൽ ആന്റണിക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്ന് റോഡ് ഷോ എല്ലാം നടത്തിയ മണ്ഡലമാണിത്. ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ജയപരാജയങ്ങളെ ആര് നിശ്ചയിക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളതെങ്കിലും ഈ ക്രൈസ്തവ വിഭാഗത്തിൽ തന്നെ മർത്തോമ സഭയ്ക്കും ഓർത്തഡോക്സ് സഭയ്ക്കും നിർണായകമായിട്ടുള്ള വോട്ട് ബാങ്ക് ഉള്ള പ്രദേശമാണിത്. സാധാരണഗതിയിൽ മർത്തോമ സഭ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതായിട്ടോ അല്ലെങ്കിൽ സഭയുടെ സ്ഥാനാർത്ഥി എന്ന പേരിൽ ആരെങ്കിലും അവതരിപ്പിക്കുന്നതോ ആയിട്ടുള്ള പതിവൊന്നുമില്ല. എന്നാൽ അങ്ങനെയല്ല ഓർത്തഡോക്സ് സഭ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം കാണിച്ചിരിക്കുന്നത്. ആറന്മുള മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള ശ്രീമതി വീണ ജോർജ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയായ വ്യക്തിയാണ്. അവർ ഇടതുപക്ഷത്തിന്റെ വളരെ ശക്തയായിട്ടുള്ള വക്താവും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുമാണ്. ഈ ആറന്മുള മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള വീണ ജോർജിന് സീറ്റ് ലഭിക്കുന്നതിനും അവരെ മന്ത്രിയാക്കുന്നതിനും ഒക്കെ തന്നെ
ഓർത്തഡോക്സ് സഭ വഹിച്ചിട്ടുള്ള പങ്ക് അത്ര എളുപ്പത്തിൽ നമുക്ക് വിസ്മരിക്കാനാവുന്നതല്ല. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഓർത്തഡോക്സ് സഭയുടെ ഒരു നിർണായകമായിട്ടുള്ള സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ഉണ്ടാകും. അത് ഇടതുപക്ഷവുമായിട്ട് ഇപ്പോഴുള്ള ബന്ധം ഒരല്പം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാകുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തിയും പ്രാധാന്യവും കൂടുതലാണ്. എനിക്ക് അതിൽ മറ്റൊരു കാര്യം കൂടെ ഇതിനോടനുബന്ധിച്ച് പറയാനുണ്ട്. തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ശ്രീമാൻ PC ജോർജ് ജനപക്ഷ മുന്നണി ഇതിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് കടന്നു വരികയുണ്ടായി. അദ്ദേഹം ന്യായമായും തനിക്ക് പത്തനംതിട്ട സീറ്റ് ലഭ്യമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തി അതിനുവേണ്ട ശ്രമങ്ങളൊക്കെ നടത്തി. പറയാതെ തന്നെ അദ്ദേഹം മറ്റു പല കാര്യങ്ങളും പറയാൻ തുടങ്ങി. സഭാപിതാക്കന്മാരും ക്രൈസ്തവ നേതാക്കന്മാരും ഒക്കെ എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയെങ്കിലും ഒരു ബാർഗൈനിങ് പവർ അദ്ദേഹത്തിന് ഇപ്പോഴില്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആരും തന്നെ ചെവി കൊടുക്കാത്തത് കൊണ്ടും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ആരെ വേണമെങ്കിലും ഭർഷിക്കാനുള്ള അവകാശമുള്ള PC ജോർജ് ഈ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തി AK ആന്റണിയുടെ മകൻ എന്നുള്ള ഇമേജ് അല്ലാതെ അദ്ദേഹത്തിന് ആ പേരല്ലാതെ അദ്ദേഹത്തിന് മറ്റൊന്നും തന്നെ ഈ മണ്ഡലത്തിലേക്ക് ഉയർത്തി കാണിക്കാനില്ല. അപ്പോൾ നാം ഇവിടെ കാണേണ്ടുന്ന ഒരു കാര്യം, അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയാണോ അതോ ആന്റോ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയാണോ, അതുമല്ലെങ്കിൽ തോമസ് ഐസക് എന്ന് പറയുന്ന വ്യക്തിയാണോ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ്. തോമസ് ഐസക്കിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം കണ്ട ഏറ്റവും മികച്ച ധനകാര്യമന്ത്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല, അദ്ദേഹത്തെ പറ്റി ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ആ ആരോപണങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കാൻ കഴിവുള്ള വാക്സാമർത്ഥ്യവും പ്രവർത്തന മികവും അദ്ദേഹത്തിനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് EDയുടെ നിരന്തരമായിട്ടുള്ള സമൻസ് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. എതിർക്കുന്നവന്റെ രാഷ്ട്രീയം പരിശോധിച്ചുകൊണ്ട് അവരെ എല്ലാ രീതിയിലും മുട്ടുകുത്തിക്കാൻ ഒരുങ്ങുന്ന BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം അവിടെയുണ്ട്. അതിന് പലപ്പോഴും കോൺഗ്രസും കുടപിടിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവലോകനം നടത്തുമ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ഐസക്കിന് വിജയിച്ചു കയറാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് നാം കാണുന്നത്.